നമസ്കാരം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ എണ്ണയാണ്. അത് കയ്യിലുള്ളവർ ലോകം ഭരിക്കുമെന്ന് പറയാറുണ്ട്. ഇന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ്. അത്തരം രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണ്. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ആ സ്ഥാനം കൈയടക്കാൻ പോകുന്നത് സെമി കണ്ടക്ടർ അഥവാ അർദ്ധചാലകങ്ങളാണ്. ഇന്ത്യയും സെമി കണ്ടക്ടറിനുള്ള സ്വാധീനം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകശക്തിയായി മാറാൻ ഇന്ത്യയും തയ്യാറെടുക്കുകയാണ്. ചൈനയാണ് ചിപ്പ് നിർമ്മാണത്തിൽ നിലവിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവരോട് കിടപിടിക്കുന്ന മറ്റൊരു രാജ്യമാണ് തായ്വാൻ. ആപ്പിൾ ഐഫോണുകൾക്കുൾപ്പെടെയുള്ള ചിപ്പുകൾ നിർമ്മിക്കുന്നത് തായ്വാനിലെ കമ്പനികളാണ്. തായ്വാന്റെ ഈ കരുത്ത് മനസ്സിലാക്കിയാണ് മോദി തായ്വാൻ കമ്പനികളുമായി അടുത്തത്. അമേരിക്ക ചൈനയിൽ നിന്നും ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയെ ചിപ്പുകളുടെ കാര്യത്തിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ ജപ്പാൻ, മറ്റ് തെക്ക് കിഴക്കൻ രാജ്യങ്ങൾ, US, യൂറോപ്യൻ യൂണിയൻ എന്നിവ ചിപ്പുകൾക്ക് വേണ്ടി ഇന്ത്യയെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇവിടെയാണ് ഇന്ത്യ വൻ ശക്തിയാകാൻ പോകുന്നത്. ഇത് മുൻകൂട്ടി കണ്ടാണ് മോദി സർക്കാർ വൻ തുക സെമി കണ്ടക്ടർ മേഖലയിൽ നിക്ഷേപിക്കുന്നത്. ഇനി എന്താണ് അർദ്ധചാലകങ്ങൾ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ എന്ന് ചോദിച്ചാൽ, വൈദ്യുതി ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണിവ. സിലിക്കൺ ഉൾപ്പെടെയുള്ള സെമി കണ്ടക്ടിവിറ്റി അഥവാ അർദ്ധചാലക സ്വഭാവമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ചിപ്പുകൾ. സിലിക്കൺ, ജർമാനിയം എന്നിവ അർദ്ധചാലക പദാർത്ഥങ്ങളാണ്. ഇവയാണ് സെമി കണ്ടക്ടറിന്റെ നട്ടെൽ എന്ന് പറയാം. ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ നട്ടെല്ലാണ് ഈ ചിപ്പുകൾ. കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ, കാറുകൾ, അപ്ലയൻസുകൾ, ഗെയിമിംഗ് ഹാർഡ്വെയറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിങ്ങനെ ആധുനിക ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഏതാണ്ട് എല്ലായിടത്തും ചിപ്പുകളുടെ ഉപയോഗമുണ്ട്. ചിപ്പുകൾ അത്യന്താപേക്ഷിതമാണെന്ന് തന്നെ പറയാം. കാരണം കോവിഡ് കാലത്ത് ചിപ്പ് ഉൽപ്പാദനം കുറഞ്ഞതോടെ കാറുകളുടെ ഉൽപ്പാദനം മാസങ്ങളോളം നിലച്ചു. സാമ്പത്തിക ഉത്തേജക പദ്ധതികൾ നൽകി തായ്വാനിലെ പ്രമുഖ സെമി കണ്ടക്ടർ കമ്പനികളെ ഇന്ത്യയിലേക്ക് മോദി ആകർഷിച്ചു കഴിഞ്ഞു. തായ്വാനിലെ സുപ്രസിദ്ധമായ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷനുമായി ചേർന്ന് ചിപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിൽ ടാറ്റ ഗ്രൂപ്പ് ഒപ്പുവെച്ചിട്ടുണ്ട്. $1000 കോടി ഉത്തേജക പദ്ധതിയുടെ ഭാഗമായി ഗുജറാത്തിൽ ടാറ്റയും തായ്വാന്റെ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പും ചേർന്ന് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ സൗകര്യം ഒരുക്കാൻ പോവുകയാണ്. ഇവരുടെ സംയുക്ത സംരംഭം എന്ന നിലയിൽ 2026-ൽ ആദ്യ ചിപ്പ് പുറത്തുവരും. 2024 നവംബറോടെ ഗുജറാത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ $100 മില്യൺ നിക്ഷേപിക്കുമെന്ന് സൂറത്ത് ആസ്ഥാനമായുള്ള അർദ്ധചാലക നിർമ്മാണ കമ്പനിയായ സൂചി സെമിക്കോൺ അറിയിച്ചിരുന്നു. 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്ലാന്റിന് പ്രതിദിനം 3 ദശലക്ഷം ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. ഇത് 1200 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അതുവഴി പ്രാദേശിക സാമ്പത്തിക വളർച്ചയെയും പിന്തുണയ്ക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.